കുറച്ചു കാലമായിട്ട് ഒരു സംഗതി അവളെ വിടാതെ പിടിച്ചിരിക്കുക. എല്ലാം എനിക്കറിയാം. ഇതെല്ലാം എനിക്കറിയാമോ? നമഃ ഓം വൃദ്ധായ നമഃ ഓം ആയുഷ്മാൻ ഭവ ഓം ഓം വൃദ്ധായ. നിങ്ങൾ അറിയാതെ മറ്റൊരു പുരുഷനുമായുള്ള അവരുടെ ബന്ധം മഷിയിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ഇത്രയും വഞ്ചകയായ അവളെ ഇനിയും നിങ്ങളുടെ കൂടെ താമസിപ്പിക്കുന്നതിൽ എനിക്ക് തീരെ യോജിപ്പില്ല. എടാ, വാദം പിടിച്ച് താമസിക്കുന്ന എന്റെ ഭാര്യയുടെ അസുഖത്തിന്റെ കാര്യം അറിയാനാ ഞാൻ വന്നത്. വൈദ്യര് പറഞ്ഞത് നീ നിന്റെ വൈദ്യര് കൊല്ലും ഞാൻ എല്ലാത്തിനും. എന്റെ ഭാര്യ പരിശുദ്ധയാടാ, പരിശുദ്ധ. നീ നിന്റെ ബാഗ് ഒരു മഷിനോട്ടം മനുഷ്യനെ കബളിപ്പിക്കാൻ. എന്തായി? കാര്യങ്ങളൊക്കെ മംഗളായില്ലേ? എന്റെ ഭാര്യയ്ക്ക് ഒരു രഹസ്യക്കാരൻ ഉണ്ടാക്കാനാണ് താൻ അവന്റെ അടുത്ത് കൊണ്ടുപോയത്. എന്താ പറ്റിയത്? അത് അവനോട് ചോദിക്കേ. പിന്നെ ഒരു കാര്യം, എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതരുത്. വരുന്നുണ്ട് ഞാൻ കുറെ ആൾക്കാരുമായിട്ട്. എന്തിനാ? അവനെ നിന്നെ കൊല്ലാനായിട്ട്. ഇവിടെയും വഴിയാധാരമായല്ലോ എന്റെ ഭഗവാനെ. പുഴക്കരയെങ്കിൽ പുഴക്കര. ഇനി എങ്ങോട്ട് പോകാനാണെന്ന് ഇങ്ങനൊരു ജന്മം. ഒന്ന് വേഗം നടക്ക്. വെറുതെ അല്ല നിന്നെയൊക്കെ പോത്തേന്ന് വിളിക്കുന്നത്. കട്ടോണ്ട് വരാനുള്ള യാതൊരു ബോധമില്ല നിനക്ക്. എന്താ പുല്ലും തിന്നൂലേ? നോൺ വെജിറ്റേറിയൻ ആണെന്ന് തോന്നുന്നു. ഒന്ന് സഹകരിക്കൂ. കളിക്കല്ലേ കളിക്കല്ലേ കളിക്കല്ലേ. അയ്യോ, ഈ പാതിരാത്രി ഏത് പന്നിയാടെ ഇവിടെ വന്ന് കിടക്കുന്നത്? അയ്യോ, വരൂ മകനെ, നിന്റെ സമയം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വരില്ല. ഇല്ല, നിന്നെ ഞാൻ വിടില്ല. എനിക്ക് മരിക്കണ്ട. നീ മരിക്കണം. അയ്യോ, നിന്നെ ഞാൻ കൊല്ലും. എന്റെ ദൈവമേ, എന്താ എന്റെ ചെരുപ്പ്. അത് വേണമെങ്കിൽ നീ എടുത്തോ. രക്ഷപ്പെട്ടു. ഒന്ന് വേഗം വാ, നേരം എടുപ്പിക്കല്ലേ. ദൈവമേ, എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നേ. ഈശ്വരാ, മാർക്കണ്ഡേയൻ രക്ഷിച്ച് അങ്ങന്നെ എന്നെയും രക്ഷിക്കണേ. കാലൻ എന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. അവിടുന്ന് കണ്ണുറക്കണേ. ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. സ്വൈര്യമായിട്ടൊന്നും മോഷ്ടിക്കാൻ കൂടി സമ്മതിക്കില്ല. ഇവരിട്ടൊരു പണി കൊടുക്കുക തന്നെ. ഉൽപ്പലാക്ഷ. ദൈവമേ, എന്റെ പേരെങ്ങനെ മനസ്സിലായി? എല്ലാ നാമങ്ങൾക്കും അധിപനാണ് നാം. എന്താ നിന്റെ പ്രശ്നം? എന്നെ കൊണ്ടുപോകാൻ കാലം കാത്തു നിൽക്കുന്നു. പേടിക്കണ്ട, കാലൻ എന്നോടൊത്തൊരു ഡിസ്കഷൻ വന്നതാ. അയ്യോ, എനിക്ക് പേടിയാവുന്നു. ധൈര്യമായിരിക്കൂ, നിന്നെ ഞാൻ രക്ഷിച്ചുകൊള്ളാം. ഉറപ്പാണോ? ഉറപ്പ്. ആദ്യം കണ്ണു തുറക്കാതെ തറയിൽ കമിഴ്ന്നു കിടക്കണം, നേരം വെളുക്കുന്നതുവരെ. കിടന്നു. അനങ്ങരുത്. ഇല്ല. ശ്വാസം പോലും വിടരുത്. ഇല്ലേ ഇല്ല. അനങ്ങിയാൽ നിന്റെ മരണം ഉറപ്പ്. അയ്യോ, ഇനി ഞാൻ എന്റെ ഡിസ്കഷൻ തുടങ്ങട്ടെ. കൊള്ളാം. കാലൻ ഡിസ്കഷൻ നടത്താൻ ദൈവത്തിന്റെ അടുത്ത് വന്നിരിക്കുന്നു. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? സത്യമാണ് വൈദ്യരെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്താ വൈദ്യരെ, രണ്ടാളും കൂടി ഒരു കളിയും ചിരിയൊക്കെ നമ്മളും കൂടി ഒന്ന് കേക്കട്ടെ. അല്ല, ഉൽപ്പലാക്ഷം പറയായിരുന്നു. അമ്പലത്തിലെ ഭണ്ഡാരപ്പെട്ടി ഇന്നലെ രാത്രി ആരെ കട്ടോണ്ട് പോയി. എല്ലാരും അമ്പലത്തിൽ കൂടിയിരിക്കണം. വൈദ്യരോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഉൽപ്പലാക്ഷ, നേര് പറ, ആരാ ഭണ്ഡാരം മോഷ്ടിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, കാലനായിരിക്കും. എന്നെ കിട്ടാത്ത ദേഷ്യത്തിന് ഭണ്ഡാരം കട്ടോണ്ട് പോയതാ. സത്യം പറ, നീ അമ്പലത്തിലെ ഭണ്ഡാരം മോഷ്ടിച്ച് കള്ളക്കഥ പറയല്ലേ? ഈ തലയെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ നേരെ. കയ്യെടുക്കടാ. എടാ, കയ്യെടുക്കാൻ. എന്റെ തല തെറിച്ചു പോയാൽ നിനക്കെന്താ? ഇനി നമ്മൾ അവിടെ ചെന്നില്ലേ നമ്മളെ സംശയാവും. ഞാൻ വരണോ? വരണം. പക്ഷെ ഒരു കാര്യം, ഇപ്പൊ ഇവിടെ പറഞ്ഞ കാലന്റെ കഥയെങ്ങാനും അവിടെ ചെന്ന് പറഞ്ഞ നാട്ടുകാര് തല്ലി ചതച്ച് യഥാർത്ഥ കാലിന്റെ അടുത്ത് കൊണ്ടുവന്നാക്കും. നിന്നെ മാത്രമല്ല, നിന്നെ പാർപ്പിച്ച എന്നെയും. ഞാൻ ചെന്നില്ലാന്ന് വേണ്ട. കളിച്ച് കളിച്ച് പടച്ചവന്റെ മുതലെടുത്തിട്ടായി കളി. 40-40 കൊല്ലമായിട്ട് ഇവിടുത്തെ ശാന്തിക്കാരനാണ് ഞാൻ. ഇത്രയും കാലമായിട്ട് ഇങ്ങനൊരു സംഭവം. തിരുവേലി വിഷമിക്കരുത്. തമ്പുരാന്റെ പണം എങ്ങും പോവില്ല. കട്ടവൻ ഇവിടെ തന്നെ കൊണ്ടുവന്ന് തരും. വൈദ്യര് വന്നല്ലോ, അറിഞ്ഞില്ലേ വിശേഷം?
അറിഞ്ഞിടത്തോളം ഒക്കെ മതി. ലോകാവസാനായി എന്നാ തോന്നണേ. ലോകാവസാനത്തിന് മുമ്പെങ്കിലും കള്ളനെ പിടിക്കണം. അതിന് പറ്റിയ ആളോടുണ്ടല്ലോ. ഉൽപ്പലാശം മെഷ നോക്കട്ടെ. അതിലും വേണം നമ്മൾ ആരെങ്കിലും നോക്കാവും. ഇവർ ഇന്നലെ നോക്കിയ കഥ നമുക്കറിയാലോ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഉൽപ്പലാക്ഷന്റെ വകയിൽ ഒരാൾ മിനിയാന്ന് രാത്രി ചത്തു. പുലതീര് മുമ്പ് നോക്കിയതാ കുഴപ്പമായത്. ഇനിയിപ്പോ നാരായണത്തല്ലേയും കണാരം കാണുന്നവരും ഒക്കെ ഇല്ല ഇവിടെ. അവര് പോരെ. അതിലാരുടെ അടുത്ത് പോണമെന്ന് തർക്കം വേണ്ട. നാരായണത്തുള്ള തന്നെ ആയിക്കോട്ടെ. അത് മതി. ഓ അല്ല, എല്ലാവരും ഉണ്ടല്ലോ. വരൂ വരൂ. തമ്പുരാന്റെ മുതല് പോകുമ്പോ ഇങ്ങോട്ട് വന്നല്ലേ പറ്റൂ. ഞാനായിട്ട് അഹങ്കരിക്കാന്ന് കരുതരുത്. ഈ നാട്ടില് മഷി നോക്കി സത്യം പറയാം വേറെ ആരാ ഉള്ളത്? അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് തന്നെ വന്നത്. ആ, എല്ലാവരും അകത്തേക്ക് ഇരുന്നാട്ടെ. ഈശ്വര, അവിടുത്തെ പണം മോഷ്ടിച്ചോനെ ഈ മഷിയിൽ തെളിയിച്ചു തരണേ. ഓം ശ്രീ ഓം ശ്രീ. എന്റെ ഭഗവതി, എന്തു പറ്റി? കള്ളൻ ആരാണെന്നൊന്ന് വേഗം പറയൂ. അവനെ കയ്യിൽ കിട്ടിയിട്ട് വേണം മുക്കാലി കെട്ടി അടിക്കാൻ. അടിച്ചാലൊന്നും പോരാ, കൊല്ലണം. എന്തായാലും പറയൂ. എനിക്കൊന്നും കാണുന്നില്ല. മഷിയിലൊന്നും തെളിയുന്നുമില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? ഒന്നും കാണുന്നില്ലെന്നോ? എന്നോട് ക്ഷമിക്കണം. എനിക്കിത് പറയാൻ വയ്യ. ഇതിനിവിടേക്ക് വന്നാ നമ്മളെ വേണം മുക്കാലി കെട്ടി അടിക്കാൻ. മുമ്പൊക്കെ കഴിവുണ്ടായിരുന്നു. തല്ലും കൂട്ടുമായിട്ടൊക്കെ പോയി. ഈശ്വരകോപം അല്ലാണ്ട് എന്ത് പറയാനാ? അതെ, ഏതായാലും കഷ്ടമായിപ്പോയി. വരട്ടെ. എന്റെ പുലകുളി അടിയന്തരം കണ്ടേ നീ അടങ്ങൂ. സത്യം സത്യമായി പറയുന്ന മഷിയായിരുന്നു നാരായണത്തലയുടെ. ഇനി ആരെങ്കിലും അവരടുത്ത് പോവോ? ആ, എന്താ ചാത്താ, സുഖം തന്നെയല്ലേ? ഓ, തമ്പ്രാക്കന്മാർക്ക് വിരോധം അല്ലെങ്കിൽ ചാത്തനൊന്ന് പറഞ്ഞോട്ടെ. എന്താ? സത്യം കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ കണാരൻകാരനൊരു ഒട്ടും മോശമല്ലല്ലോ. അവിടെ ചെന്നാലും ഗതി ഇത് തന്നെ ആവുമോ ചാത്താ? ചാത്തനല്ലേ തമ്പ്ര പറയുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ പ്രസിഡന്റ്? ഇനി അവിടെ പോകാഞ്ഞിട്ട് സത്യം തെളിയാതിരിക്കണ്ട. പോകാം. വന്നാട്ടെ വന്നാട്ടെ. മണിയണ്ട, മണിയണ്ട. എന്താ എന്താ അച്ചു? അമ്പലത്തിലെ ഭണ്ഡാരം മോഷ്ടിച്ചത് ഞാനാ. അത് പിന്നെ ഞാനല്ലെങ്കിൽ നീ ആയിരിക്കും ഉറപ്പല്ലേ? ഒന്നിച്ച് കുറച്ച് പണം കിട്ടിയ തങ്കമണിനെയും കൊണ്ട് ഒളിച്ചോടാമെന്ന് കരുതി ചെയ്തതാ. അമ്പടാ, നീ ആള് കൊള്ളാലോ. ഇപ്പൊ ആകെ പ്രശ്നമായി. കമ്മിറ്റിക്കാരൻ എന്റെ അമ്മയുടെ അടുത്ത് പോയി. മഷിയിൽ എന്റെ മുഖം കണ്ടതുകൊണ്ട് അമ്മ സത്യം പറഞ്ഞില്ല. പിന്നെന്താ? എടാ, അത് കഴിഞ്ഞ് അവര് നിന്റെ അച്ഛനെ കാണാൻ പോയിരിക്ക. മഷിയിൽ എന്റെ മുഖം കണ്ടാൽ നിന്റെ അച്ഛൻ സത്യം വിളിച്ചു പറയും. ഞാൻ കുടുങ്ങും. ഞാൻ കുടുങ്ങിയാല് എന്റെ അമ്മ നിന്റെ പഴയ കഥ മുഴുവൻ വിളിച്ചു പറയും. ആകെ പ്രശ്നമാകും. ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒറ്റ വഴിയുള്ളൂ. നീ കൂടി ഈ മോഷണത്തിൽ പങ്കുചേരണം. നിന്റെ മുഖം കൂടി മഷിയിൽ കണ്ടാൽ അമ്മാവൻ സത്യം പറയില്ല. നമ്മൾ രക്ഷപ്പെടും. എനിക്ക് സമയം കളയണ്ട. നീ അത് എവിടെ വെച്ചത്? പുഴക്കരയിൽ കുഴിച്ചിട്ടിരിക്കുക. എത്രയും പെട്ടെന്ന് നമുക്കത് അവിടെ നിന്ന് എടുത്ത് മാറ്റി കുച്ചിടാം. നാരായണന്റെ മഷിതോട്ടത്തിന്റെ പുറക്ക് എന്നേ പോയില്ലേ? ഗുരുവായ എന്നെ നിന്ദിച്ചവൾക്ക് ഇനി മഷിയിൽ ഒന്നും തെളിയില്ല. കാരണവര് തന്നെ കള്ളനെ കാണിച്ചു തരണം. ക്ഷേത്രഭണ്ഡാരം പോവാന്ന് പറഞ്ഞാൽ കള്ളനെ അല്ല, അവന്റെ തന്റെ വരെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ കള്ളൻ ദേവി സർവശ്വര സമസ്തവഞ്ചിതകരികാശി. എന്റെ പരദേവതേ, എന്താ? എന്തു പറ്റി? എനിക്കൊന്നും തെളിയുന്നില്ലല്ലോ എന്റെ ഭഗവതി. ആളുകളെ പെണ്ണുകൂടെ തല്ലുകൂടി ഉണ്ടായിരുന്ന സിദ്ധിയൊക്കെ പടിയാക്കി പോയി കാണും. ആ, ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് പോവാം. അല്ല, ഞാൻ എന്നോട് ക്ഷമിക്കണം പ്രസിഡന്റ്. നിങ്ങളോടൊക്കെ ബഹുമാനമായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ഇപ്പൊ പുച്ഛമാണോ തോന്നേ? എന്താ എന്താ സംഭവിച്ചത്? നിന്റെ വയറ്റിൽ പിറന്നത് കള്ളനായി പോയല്ലോ.
കഴുതയ്ക്ക് കുതിര പിറക്കില്ല ഓടിയത്. മോഷണം നടത്തണമെങ്കിൽ ഇങ്ങനെ തന്നെ നടത്തണം. തക്ക സമയത്ത് ബുദ്ധി തോന്നിയ കാരണം അമ്പല കമ്മിറ്റിക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതിനകത്തുള്ള പണം മുഴുവൻ എടുത്തിട്ട് വേണം ഈ പെട്ടി ആരും അറിയാതെ അമ്പലത്തിൽ തന്നെ കൊണ്ടുപോയി വെക്കാൻ. മുഖം മറക്കടാ, മുഖം മറയ്ക്കാൻ. എന്റെ എല്ലാം നിന്റെ. അത് പറഞ്ഞാ പോരെ? ഒന്നും കാണുന്നില്ല. ഞാനും കാണുന്നില്ല. നീ എന്ത് പണിയാ ചെയ്യുന്നത്? നീ പറഞ്ഞ പണി. ഓ, എന്നാ മാറ്റി പണി. എങ്ങോട്ടേക്കാ? എന്റെ ദൈവമേ, അമ്പലത്തിലെ ഭണ്ഡാരാണല്ലോ ഇത്. ഏത് കാട്ടുകള്ളന്മാരാണ് ഈ പണി ചെയ്തത്? ഏതായാലും ഇതെന്റെ കയ്യിലിരിക്കട്ടെ. ഇത് വെച്ചൊരു കളി കളിക്കണം.